മനുഷ്യന് മാത്രം പറ്റുന്ന ചില ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അതായത് ഞാനൊരു തെറ്റ് ചെയ്താൽ അതെനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടിട്ട് ഞാനത് മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കും. അതായത് ഞാനാണ് ഇപ്പോൾ ഒരു പ്ലേറ്റ് താഴെയിട്ട് പൊട്ടിച്ചെങ്കിൽ മനഃപൂർവ്വം അത് അവളാണ് പൊട്ടിച്ചതെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ എനിക്കറിയാം ഞാനാണ് ചെയ്തതെന്ന്, പക്ഷെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ചില തെറ്റുകൾ ചെയ്തു കഴിഞ്ഞ് അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ദേഷ്യപ്പെട്ട് കരഞ്ഞ് ആ സിറ്റുവേഷനിൽ നിന്ന് മാറും. അല്ലായെങ്കിൽ ഇനി അത് ആരും നമ്മളോട് ചോദിക്കാതിരിക്കാൻ തക്കവണ്ണം നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇനി അതുമല്ല, ഞാനൊരു കാര്യം ചെയ്തത് വേറെ ആർക്കും അറിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും എനിക്കറിയാലോ ഞാനാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പം എന്ത് ചെയ്യും? ഞാൻ തന്നെ എന്നോട് അങ്ങോട്ട് വിശ്വസിപ്പിക്കും, എനിക്ക് അങ്ങനൊരു കാര്യമേ സംഭവിച്ചിട്ടില്ല, ഞാൻ അങ്ങനൊരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ അങ്ങോട്ട് വിശ്വസിപ്പിക്കും. ഇതെല്ലാം ഒരു തരം ഡിഫൻസ് മെക്കാനിസമാണ്. ഇതെല്ലാം താൽക്കാലികം മാത്രമാണ്. ഇതൊരിക്കലും ഒരു പ്രശ്നത്തിന് പരിഹാരമല്ല. അതുപോലെ തന്നെ നമ്മളൊരു സമൂഹത്തിലോ വീട്ടിലോ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും ഇത്തരത്തിലാണ് നമ്മളോട് പെരുമാറുന്നതെങ്കിൽ ആ നേരത്ത് നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ അവരുടെ സ്വഭാവത്തിൽ എന്നും ആ പ്രശ്നങ്ങൾ ഉണ്ടാകും. അവരുടെ സ്വഭാവത്തിൽ ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോഴേക്കും ക്യാരക്ടർ ഫോർമേഷൻ ഒക്കെ വരുമ്പോൾ ഇത്തരത്തിൽ തന്നെ ആയിരിക്കും അവരപ്പോഴും ബിഹേവ് ചെയ്യണത്.